ദൈവമേ നിൻ അറിവാലെ ഹൃദയം നിറയ്ക്കുകേ, ജീവനാം നിൻ കൃപയാലെ ആത്മകൾ തുറക്കുകേ. ദൈവജ്ഞാനം സൃഷ്ടജ്ഞാനം ഭക്തി സത്യസമ്പത്തും വചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിന്റെ കണ്ണുനതും. നോമ്പ് ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മീഖാ പ്രവചനം 7-ാം അധ്യായം 18-ാം വാക്യം. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. എ ഗോഡ് who pardons sin and forgive transgressions. A God who do not stay angry forever, but delight to show mercy. ഈ വാക്യം വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, എന്ത് അതിക്രമം ചെയ്താലും കുഴപ്പമില്ല, എന്ത് പാപം ചെയ്താലും ഒരു പ്രശ്നവുമില്ല, ദൈവം എല്ലാം ക്ഷമിച്ചുകൊള്ളും എന്നായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ ഒരു കണ്ടംപററിയനും ആയിരുന്നു മീഖാ പ്രവാചകൻ. യഹൂദ രാജ്യത്തു നിന്നും അദ്ദേഹം പ്രവചിച്ചു. മീഖാ പ്രവചനത്തിന്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ്, ന്യായവിധിയാണ്. മീഖാ പ്രവചനത്തിന്റെ പുസ്തകം ആദ്യം മുതൽ നമ്മൾ വായിച്ചാൽ, ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഐഡോലട്രി പ്രിവെയിൽഡ്. സാമൂഹ്യ അനീതിയും വിഗ്രഹ ആരാധനയും നടന്നിരുന്ന ഒരു സ്ഥലം ആയിരുന്നു അത്. അവിടെ ന്യായവിധി നടത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പ്രവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, God is a God who is condemning the wealthy elite for greedily seizing the land from the poor through oppression. സാധുക്കളുടെ നിലം ആർത്തിയോടെ പിടിച്ചെടുക്കുന്ന സമ്പന്ന വരേണ്യവർഗത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, പ്രവാചകൻ അഴിമതിക്കാരായ നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും കള്ളപ്രവാചകന്മാരെയും തള്ളിപ്പറയുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അവർ വ്യക്തിലാഭത്തിനായിട്ട് ദുർബലരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. മീഖാ പ്രവാചകൻ പറയുന്നത്, God is there to protect the weak. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 8-ാം വാക്യം മീഖാ പ്രവചനത്തിലെ കുറിവാക്യമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അവിടെ പറയുന്നത്, to act justly and to love mercy, then walk humbly with your God. ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. പ്രവചനത്തിന്റെ ആദ്യം മുതലുള്ള ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനുശേഷം നമ്മോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇന്നത്തെ വാക്യം നമുക്ക് പ്രസക്തമാകുകയുള്ളൂ. God will pardon our sin and forgive our transgressions. അകൃത്യം അല്ലെങ്കിൽ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവം, അതിക്രമങ്ങൾ മോചിക്കുന്ന ഒരു ദൈവം. ഈ നോമ്പിന്റെ കാലയളവിൽ ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരരായിരിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും നമ്മെ സമർപ്പിക്കാം. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ഒരുപാട് തന്റെ പാത നിർമ്മലമാക്കിടുവാൻ കരുതേണം നിൻ പ്രമാണം കാത്തു സൂക്ഷിച്ചിടുവാൻ ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിന്റെ